ഒരു സിനിമ അത്തരം ഒരു സിനിമയല്ല, ഒരു സിനിമയല്ല, ഒരിക്കലും അല്ല. പക്ഷെ സുമതി വളവിന്റെ ഫസ്റ്റ് വെർഷൻ ആയിരുന്നെങ്കിൽ ഒരു പക്ഷെ എനിക്ക് കുറച്ചുകൂടി ഇക്കനോട് അതുപോലെ എനിക്ക് ഇത് ചെയ്യായിരുന്നു. പക്ഷെ പ്രസന്റ് സുമതി വളവ് നമ്മൾ മാളികപ്പുറം സിനിമ കണ്ടു കഴിഞ്ഞതിന് ശേഷം നമുക്ക് കിട്ടിയ റിസൾട്ട്, അതായത് വീട്ടിലെ അമ്മമാര്, മുത്തശ്ശന്മാര്, ഈ പറഞ്ഞ കൊച്ചുകുട്ടികള്, ഇവരെല്ലാവരും ഒരേപോലെ എൻജോയ് ചെയ്ത ഒരു വേ ഓഫ് സിനിമ. അപ്പോൾ 90കളിൽ ഈ റെസിപ്പി ഉണ്ടായിരുന്നു. ഇപ്പോൾ കാണുന്ന സിനിമകളിൽ ഈ ഒരു എസ്തെറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ കുറച്ച് മിസ്സിംഗ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം കുറച്ചുകൂടി ഒരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ക്വാളിറ്റീസിലും മലയാള സിനിമകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മുടെ നാട്ടും പുറം, നമ്മുടെ എന്തൊക്കെ പറഞ്ഞാലും തട്ടുകടയിൽ നിന്നൊക്കെ ഇടയ്ക്ക് അടിക്കാനായിട്ട് താല്പര്യം ഉണ്ടാവുമല്ലോ. അപ്പോൾ നാടൻ സിനിമ ഈ പറഞ്ഞ നമ്മുടെ വീട്ടുകാർക്കും നമ്മുടെ വീട്ടിലുള്ള ആൾക്കാരൊക്കെ ആയിട്ടൊന്ന് സെലിബ്രേറ്റ് ചെയ്യാനായിട്ടുള്ളൊരു ഫിലിം, അത് ഈ പ്രസന്റ് സുമതി വളവിന്റെ വേർഷനിൽ വന്നപ്പോ പിന്നെ എനിക്കിത് മാളികപ്പുറവും ഇതും തമ്മിൽ വലിയ വ്യത്യാസം ഫീൽ ചെയ്തില്ല അല്ലെ? ഒരാളുകളെ നമ്മൾ ഇതിനകത്ത് കുറെ ആർട്ടിസ്റ്റുകളുണ്ട്. ഈ ആർട്ടിസ്റ്റുകളെ സെലക്ട് ചെയ്യുന്ന കാര്യത്തിൽ എങ്ങനെയാണ് ഒരു ടാസ്ക് ഉണ്ടായിരുന്നു? എനിക്ക് തോന്നുന്നു ഈ ആളുകളൊന്ന് കണ്ടെത്തി ഇതിലേക്ക് പറ്റിയ ആളുകൾ വേണം. അങ്ങനെ ഇത് സ്ക്രിപ്റ്റ് എഴുതുന്ന സമയത്ത് ഒരു ഐഡിയ, തീർച്ചയായും ഒരു ഐഡിയ ഉണ്ട് നമുക്ക്, ഇന്ന പോലെ ആർട്ടിസ്റ്റുകൾ ചെയ്ത് തന്നിരിക്കുന്നു. ഒബ്വിയസ്ലി അർജുനോട് ആദ്യം കഥ പറഞ്ഞിരുന്നു. അർജുൻ 100% ഇതിൽ ഇന്നായ ഒരു ആർട്ടിസ്റ്റാണ്. ബാലുവിലേക്കൊക്കെ എത്തുന്നത് പിന്നീട് വളരെ വൈകിയാണ്. ബാലുവിലേക്ക് എത്തുമ്പം അപ്പോൾ ഞങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ബാലു നന്നായിരിക്കും എന്ന് പറയുമ്പോഴത്തേക്ക് അപ്പം തന്നെ അർജുനാണ് കണക്ട് ചെയ്ത് തരുന്നത്. ബാലു അപ്പം തന്നെ വിളിക്കുന്നു, ബാലു വന്ന് കഥ കേൾക്കുന്നു. എനിക്കൊന്ന് ഓരോ ആർട്ടിസ്റ്റുകളെയും നമ്മൾ മനസ്സിൽ ആദ്യം കണ്ടതിനേക്കാൾ ഇപ്പം മാറി കുറച്ചും കൂടെ കറക്റ്റായിട്ടുള്ള ആളുകളെ നമുക്ക് ഇതിലേക്ക് കിട്ടി. ഉദാഹരണം പറഞ്ഞാൽ ബോബിച്ചേട്ടൻ്റെ കഥാപാത്രം ഞാൻ എഴുതുമ്പോൾ എന്നെ മനസ്സിലുണ്ടായിരുന്നത് ഇപ്പോൾ ഇൻഡസ്ട്രി നിൽക്കുന്ന മറ്റൊരു ആർട്ടിസ്റ്റാണ്. അദ്ദേഹത്തെ നമുക്ക് അങ്ങനെ ഒരാൾ ചെയ്യണം. അതായത് ഒരു പോലീസ് ഓഫീസറായിട്ട് വന്ന് നിന്നാൽ ഒന്ന് പേടിക്കണം, ഒരു ഗ്രാമം പേടിക്കണം എന്ന രീതിയിലുള്ള ആൾ. അപ്പോഴാണ് ഈ വിഷ്ണുവും മുരളിച്ചേട്ടനും കൂടെ പണി സിനിമ പോയി ഒരുമിച്ച് കണ്ടിട്ട് ഇവർ രണ്ടും വന്നോണ്ട് ചേട്ടാ ഇതുപോലെ പണി ഒരു ആർട്ടിസ്റ്റ് ഉണ്ട്, പുതിയ ആളാ. ഞാൻ പറഞ്ഞു എടാ പുതിയ ആളെ വെച്ച് എങ്ങനെയാ ക്യാരക്ടർ പറ്റുമോ, നമ്മളത് വേണോ? അങ്ങനെ ഇപ്പം വിഷ്ണു ഇല്ലാതെ നിങ്ങളത് കണ്ടു നോക്ക്. അങ്ങനെ പിന്നീട് പണി ഞാൻ കാണാൻ പോകുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ മുഖം ഇനി മലയാള സിനിമയിൽ ഒരുപാട് കാണാൻ പോകുന്ന മുഖമാണ്. മാത്രമല്ല ആ കഥാപാത്രത്തിന് പറ്റിയ മുഖമാണെന്ന് തോന്നിയപ്പോൾ തന്നെ വിഷ്ണു 100% ഇതാണ് നമുക്ക് വേണ്ട ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. പക്ഷെ പുള്ളി ഗംഭീരമായിട്ട് ചെയ്തു. അദ്ദേഹത്തെ ഇരുത്തിക്കൊണ്ട് ഞാൻ പൊക്കി പറയുന്നതല്ല, ഇവർ മൂന്നുപേരും ചെയ്തു. ഇദ്ദേഹത്തിന്റെ ക്യാരക്ടറൈസേഷൻ എന്ന് വെച്ചാൽ വളരെ ധൈര്യമായിട്ട് വരുന്ന ഒരു പോലീസ് ഓഫീസർ. അയാൾ ഒരു പക്ഷേ ആ വളവിലേക്ക് ചെല്ലാൻ പോലും കാണിക്കുന്ന ഒരു ധൈര്യത്തിന്റെ സീക്വൻസുകളൊക്കെ ഉണ്ട്. അപ്പോൾ അത് വളരെ രസമായിട്ടാണ് അദ്ദേഹം പ്ലേ ചെയ്തിരിക്കുന്നത്. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു പണിയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കഥാപാത്രം വേറൊരു സിനിമ പണിയിൽ കമ്പയർ ചെയ്യാനേ പറ്റില്ല. വാറൻ ദേവി എന്ന് പറഞ്ഞ ക്യാരക്ടറായിട്ട് ക്യാരക്ടർ നമുക്ക് കുറച്ചുകൂടി ഒരു റോ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ്. പക്ഷെ വെൻ ഇറ്റ് കംസ് ടു നമ്മുടെ ബെഞ്ചമിനായിട്ട് വരുമ്പോഴത്തേക്കും കുറച്ചുകൂടി ഒരു സിനിമാറ്റിക് മാസ്. മാത്രമല്ല അത് ഞാൻ എൻ്റെ ചെറുപ്പത്തിലെ എനിക്കൊന്ന് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ പത്തനംതിട്ടയിൽ ബെഞ്ചമിൻ എന്ന് പറയുന്ന ഒരു ഇൻസ്പെക്ടർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ പേടിയായിരുന്നു എല്ലാവർക്കും. അതായത് ഏതാ അല്ല പിന്നെ ഇതുപോലെ എഴുതാൻ പറ്റുമോ? ക്ലിപ്പ് എവിടെ പോയെന്നറിയോ? അത് കൊണ്ടക്കെട്ടിയുടെ സൗണ്ട് ഇല്ലാത്ത കിട്ടിയോ? ജെംസ് എന്നോർത്ത് വിഴുങ്ങിയോ? അല്ല മൈക്കുണ്ട് കയ്യില്. അല്ല മൈക്ക് ഉണ്ടായിട്ട് കാര്യമല്ലോ, അത് പുറകില വെച്ചിരുന്നത്. അതായത് ഹൈദരാലിയുടെ ടെൻഷൻ ഇത് മുഴുവൻ റെന്റാന്ന് തോന്നുന്നു. ആണോ? അല്ല അപ്പം ആ കോളേജിൽ പഠിക്കുന്ന കാലത്തല്ലേ ആ കഥാപാത്രത്തെ മനസ്സിൽ കണ്ടതിനാണ് ഈ ബെഞ്ചമിൻ എന്നുള്ള ആ പേര് തന്നെ കൊടുത്തിരിക്കുന്നത്. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. പൂവ് പോലൊരു പുട്ടുണ്ടേ അജ്മിയുടെ പുട്ടും. വിളമ്പാം നല്ല വിശേഷം. അജ്മി സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി.